ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രീമിയം കളക്ഷനിൽപ്പെട്ട ഒരു ഐറ്റം ആണ്. വെറൈറ്റി ആയിട്ട് പാർട്ടി വെയർ കൺസെപ്റ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. കാരണം ഇതിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആണ്, മെറ്റീരിയലിന്റെ ആ ഒരു പാറ്റേൺ മെറ്റീരിയലും ഡിഫറെന്റ് ആണ്, ലിനൻ ആണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പ്രിന്റും കാര്യങ്ങളെല്ലാം ഒരു പാകിസ്ഥാനി കൺസെപ്റ്റിൽ ചെയ്തേക്കുന്ന കേട്ടോ. നമ്മുടെ ഒറിജിനൽ പാകിസ്ഥാനിയിലെ അതിന്റെ കൺസെപ്റ്റിലാണ് ചെയ്തെടുത്തേക്കുന്നത്. 2700 റേഞ്ചുള്ള ഐറ്റം. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഐറ്റം ആട്ടോ. അപ്പോൾ ഇതിനുള്ള കൈക്കുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു പോർഷനാണ് കൈക്കുള്ളത് വെച്ചേക്കുന്നത്. ഇതൊക്കെ കമ്പനി ഐറ്റമായിട്ട് ചെയ്തു വരുന്ന ഐറ്റം ആട്ടോ. ബാക്ക് സൈഡിൽ പ്രിന്റ് ആണിത്. ഇത് മടക്കി വെച്ചേക്കുന്ന രീതിക്ക് കൊണ്ടാണ് കറക്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവാതെ. ഞാൻ ഒന്നുകൂടെ കാണിക്കാവേ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ എക്സ്ട്രാ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ഇത് തയ്ച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ബോർഡർ വരുന്ന ഇതാണേ. അതിൻ്റെ ബാലൻസ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിലോട്ടുള്ള പോർഷനാണ്. ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്ന രീതി കൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്ട്രാ അത് കാണുന്നത് കേട്ടോ. ലെങ്ത് കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തെടുത്താൽ മതി. എന്നാലും ഉണ്ട്, നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണേ. അപ്പോൾ ഇത് കൈക്കുള്ള എക്സ്ട്രാ ഇവിടെ ബാക്കിലും വെച്ചിട്ടുണ്ട്. ദുപ്പട്ടയും നല്ല ഗ്രാൻഡ് ആട്ടോ. ഇത് കോട്ടൺ ലിനൻ ബ്ലെൻഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. പ്യുവർ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്കും പറ്റുന്ന ഫാബ്രിക് തന്നെയാണ്. നമ്മുടെ കോട്ടണിലും ലിനനിലും ഒക്കെ കൂടിയത് നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം സിൽക്ക് പോലത്തെ ഫാബ്രിക്കുകൾ യൂസ് ചെയ്യാത്തവർക്ക്, അതിൻ്റെ തന്നെ കൂടിയ ഐറ്റംസ് വേണ്ടവർക്ക് കോട്ടൺ ലിനൻ പോലത്തെ ഫാബ്രിക്കുകളിലും നല്ല പ്രൊഡക്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. ഭയങ്കര അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇത് സിൽക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കും പറ്റും കേട്ടോ. നമുക്കൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിൽ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം തന്നെയാണേ, കോട്ടൺ മെറ്റീരിയൽ. ഇതുപോലെ ലൈറ്റ് ഒരു ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എംബ്രോയ്ഡറി ആട്ടോ ഈ കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ അകത്ത് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും തയ്ച്ചിട്ട് വരുമ്പോൾ ഭയങ്കര ലുക്കുള്ള ഐറ്റമാണ്. നമ്പർ AD 818, റേറ്റ് 2790 2790. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു കളറാട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ പാകിസ്ഥാനിൻ്റെ സ്റ്റൈലാട്ടോ. നമ്മൾ നേരത്തെ വന്ന ആ ഒരു സെമി ആയിട്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൽ വന്ന ആ ഒരു ഐറ്റം അല്ല, ഇത് ഒറിജിനൽ പാകിസ്ഥാനി പാറ്റേണിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻറ്റും അതിൻ്റെ രീതികളും ഒക്കെ ആ ഒരു ഒറിജിനലിൻ്റെ അതേ ലുക്കാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാട്ടോ. അപ്പോൾ ഇത് കോട്ടൺ തന്നെ മെറ്റീരിയല, അതായത് ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക്കാണ് ടോപ്പിന് ചെയ്തേക്കുന്നത്. ബോട്ടം ദുപ്പട്ടയും വന്നത് കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഈ രണ്ട് ഡിസൈൻ പോയേക്കുന്നത്. ഇത് എംബ്രോയ്ഡറി ആട്ടോ. നല്ല വെറൈറ്റി ഫീൽ, ഒരു എലഗൻറ്റ് ഫീൽ വരുന്ന സൈസ് ഒരു വർക്കാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. കൈക്കുള്ള സെപ്പറേറ്റ് ഞാൻ വേറെ രീതിയിലാക്കി മടക്കി കിട്ടും ഇതിന് മാത്രം. ഇതിൻ്റെ കൈക്കുള്ള പോർഷൻ ഇതാണ്. രണ്ട് സൈഡിലും കൊടുക്കാൻ പാകത്തിന് ഈ ഒരു ഡിസൈൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ പീസായിട്ടാണ് മെറ്റീരിയൽ വെച്ചേക്കുന്നത്. ബാക്ക് സൈഡ് ഈ ഒരു പ്രിൻ്റ് ആട്ടോ, ഈ സെയിം പ്രിൻ്റ് തന്നെയാണ് ബാക്ക് സൈഡിൽ വന്നേക്കുന്നത്. നല്ല കൂടിയ ഫാബ്രിക്കാണ് ഞാൻ പറഞ്ഞത്. വെറൈറ്റി നോക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. ദുപ്പട്ട ഈ രീതിയിൽ. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 820, റേറ്റ് 2790. അടുത്ത ഷെയ്ഡ് എല്ലാം ഈ രീതിയിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്സ് ആട്ടോ. ഒരുപാട് അങ്ങനെ ഓവർ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ല, ലൈറ്റ് കളേഴ്സാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ലൈറ്റ് ഒരു പേസ്റ്റൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഗ്രീനിഷ് ബ്ലൂ കളറ്. അതിലും സെയിം രീതി തന്നെയുള്ള ഡിസൈനാണ് പോയിരിക്കുന്നത്. രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോർമലി വരുന്ന സൈസ് വർക്കല്ല കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ഞാൻ അടുപ്പിച്ച് കാണിക്കാം. എംബ്രോയ്ഡറി തന്നെയാണ്. നമ്മുടെ ഒരു നെറ്റ് പോലത്തെ കൂടിയ ഫാബ്രിക്കിൽ തന്നെ അതിൻ്റെ മേലോട്ട് അതിൻ്റെ വർക്ക് കൊടുത്തേക്കുക. ഈ ഒരു രീതിയിലാണ് ഇത് മൊത്തത്തിൽ വരുന്നത്. താഴത്തേത് വന്നേക്കുന്നത് ബാക്ക് സൈഡ് ആട്ടോ. ഞാൻ മുമ്പേ നോർത്തി കാണിച്ച പോലെയാണ് ആ ഒരു ശരിക്കുള്ള ഇത് മടക്ക് വന്നേക്കുന്നത്. ഇങ്ങനെ ആയതുകൊണ്ടാണ് നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആട്ടോ. നമ്പർ AD 819, റേറ്റ് സെയിം ആണ്. അടുത്തതാണ് ലാസ്റ്റ് കളർ. നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ തയ്ച്ചെടുക്കാം കേട്ടോ. ബോർഡർ ഇങ്ങനെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു മെറ്റീരിയൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ രീതിയിൽ മടക്കി വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സെയിം കളർ കോട്ടൺ ഫാബ്രിക്. അപ്പോൾ എല്ലാം പ്യുവർ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്കും പറ്റും, ലിനൻ ഇഷ്ടമുള്ളവർക്കും പറ്റുന്ന ഒരു ഫാബ്രിക്കാണിത്. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 821, റേറ്റ് 2790 2790.